ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഈ ഹൃദയം എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. ഇത് തുടിക്കുന്നത് നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കാരണം എന്റെ കണ്ടു തീരാത്ത മോഹമാണ് നീ, എന്റെ സ്നേഹിച്ച് മതി വരാത്ത ഭാഗ്യം. വിഷ്ണുട്ടന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഹൃദയം, കണ്ണ് എല്ലാം ദാനം ചെയ്തു. അത് ആർക്കൊക്കെ കൊടുത്തെന്ന് എനിക്കൊന്ന് അറിയണം. വേറൊന്നിനുമല്ല, ഒരു അവകാശവാദത്തിനുമല്ല. എനിക്ക് ഒന്ന് കാണാൻ. ജീവിച്ചിരുന്നപ്പോ എനിക്ക് വേണ്ടി മാത്രം തുടിച്ചിരുന്ന ഹൃദയമല്ല. അയ്യോ, ഇഷ്ടം. ഞാനും എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവസാന സമയത്ത് വിഷ്ണു അറിയിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ശാലിനിയെ ഞാൻ അറിയിക്കേണ്ടതായിരുന്നു. അവസാന കാലത്ത് ഭാര്യയുടെ സാമീപ്യം ഒരുപക്ഷെ വിഷ്ണു ആഗ്രഹിച്ചിരുന്നെങ്കിലോ, ഇനി രശ്മിക്ക് ചെയ്തു തരാവുന്ന ഏക സഹായം ഞാനിപ്പോ പറഞ്ഞത്, എന്റെ വിഷ്ണുട്ടന്റെ അവയവങ്ങൾ കൊടുത്തത് ആർക്ക്, മറ്റാരെയും കണ്ടില്ലെങ്കിലും ഹൃദയം കൊടുത്ത ആ ഒരാളെങ്കിലും ഒന്ന് കണ്ടാ മതി. ദൂരെ നിന്നായാലും മതി. ഒരേ ഒരു വട്ടം അതിനുള്ളൊരവസരം ഉണ്ടാക്കി തരണം. ഞാൻ ചെയ്യാം. ഇത്രയും നാളും ശാലിനിയിൽ നിന്ന് എല്ലാം ഒളിപ്പിച്ചു വെച്ച എന്റെ പ്രായച്ചിത്തമായിട്ട് ഞാനത് കണ്ടുപിടിച്ചു തരാം. ഉറപ്പ്. എന്റെ ഈ ഹൃദയം എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. ഇത് തുടിക്കുന്നത് നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കാരണം എന്റെ കണ്ടു തീരാത്ത മോഹമാണ് നീ, എന്റെ സ്നേഹിച്ച് മതി വരാത്ത ഭാഗ്യം. ഞാനിപ്പോ ഈ ഇരിപ്പിലങ്ങ് തട്ടിപ്പോയല്ലേ, എന്റെ ഹാർട്ട് നിനക്ക് വേണ്ടി മാത്രം ഇങ്ങനെ തുടിച്ചോണ്ടിരിക്കും. എടോ, മരണത്തിന് പോലും നമ്മളെ പിരിക്കാനാവില്ലടോ.
സത്യാമ്മയൊന്നും മെല്ലെ. മെല്ലെ തന്നെ മോളെ, മൊത്തം ജടയാ. രണ്ടുപേരും കൊണ്ടുപോകുന്ന ചോറ് മുഴുവൻ കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിക്കുന്നുണ്ട്. ആ അപ്പൊ പപ്പിയായിരിക്കും കഴിക്കാത്തത് അല്ല ശാരദാമ്മ? ഇവർ രണ്ടുപേരും ഒത്തിട്ടാ, ഒരാളൊരാളെ ഒറ്റ കൊടുക്കുകയില്ല. എനിക്കറിയാവുന്നല്ലേ. ഒറ്റിക്കൊടുക്കാത്ത സ്നേഹത്തോടെ ഇരിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ ഒരാള് തെറ്റ് കാണിച്ച മറ്റേയാള് തിരുത്തണം. അതാണ് സഹോദര സ്നേഹം എന്നൊക്കെ പറഞ്ഞ. ഓ സമ്മതിച്ചു. ശാരദാമ്മേ, വൈകിട്ട് വരുമ്പോ എന്താ സ്പെഷ്യല്? മക്കള് പറയുന്ന എന്താന്ന് വെച്ചാ അതുണ്ടാക്കി തരാം. എങ്കി ശാരദാമ്മയുടെ ആ സ്പെഷ്യൽ അവൽ നനച്ചത് ഉണ്ടാക്കി തന്നാ മതി. ഞങ്ങൾക്ക് അതാ ഇഷ്ടം. ഉണ്ടാക്കി വെക്കാം മക്കളെ. രണ്ടുപേരും പോയിട്ട് വാ. ആ എന്നാ രണ്ടുപേരും വാ. ആ ശിവനങ്ങള് കാത്തിരിക്കുക. ഇനിയും വൈകിയ സ്കൂളിൽ ബെല്ലടിക്കും. ഏയ്, എത്ര വൈകിയാലും ബെല്ലടിക്കുന്നതിന് മുമ്പ് ശിവനങ്ങളിൽ ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കും. വരട്ടെ ശാരദാമ്മേ. പോയിട്ട് വാ. ദാ വാ വാ. ബൈ. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, രണ്ടുപേരും ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടേ വരാവൂ. ഞങ്ങൾ കഴിച്ചോളാം ശരി, ശരി. സത്യാമ്മേ. നടക്ക്. ഹായ് ശിവനങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ റെഡിയായോ നിങ്ങള്? ആ. എന്നാ കേറിക്കോ. ശിവ, ആ ഇന്ന് പലിശ വാങ്ങിക്കേണ്ട ഒരു ലിസ്റ്റ് ബാഗിലുണ്ട്. ഉം. അതിലൊരു ജയരാമനുണ്ട്. 2 മാസത്തെ പലിശ അയാൾ തരാനുണ്ട്. അതൊന്ന് ഓർത്തണേ. ശരി സത്യാമ്മ. പോവാം നമുക്ക്. ടാറ്റാ. ടാറ്റാ. ഈ ശിവനുള്ളത് കൊണ്ടാ ഒരു വിധത്തിൽ ഈ ബിസിനസ് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഇതെല്ലാം നോക്കി നടത്തേണ്ട ഒരു മകൻ എവിടെയോ പോയി കിടക്കുന്നു.